ഇന്ന് ഒക്ടോബർ 16. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷൻ നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. കെനിയൻ പ്രൈം മിനിസ്റ്റർ റെയ്ല ഒഡിംഗ അന്തരിച്ചു. കൂടാതെ ഇന്ത്യൻ ആർമി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് നൈറ്റ് സൈറ്റ് അത് വാങ്ങുകയാണ്. ഇന്ത്യൻ നേവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് സമുദ്രശക്തി. 2023-24 കണക്കനുസരിച്ച് സ്ത്രീ തൊഴിൽ സേന പങ്കാളിത്തം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ആണ് വന്നിട്ടുള്ളത്. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഫോർമർ കെനിയൻ പ്രൈം മിനിസ്റ്റർ റെയ്ല ഒഡിംഗ ഡൈസ് അറ്റ് ദ ഏജ് ഓഫ് 80. കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ 80-ാം വയസ്സിൽ അന്തരിച്ചു. കെനിയയിലെ പ്രൈം മിനിസ്റ്റർ റെയ്ല ഒഡിംഗ അന്തരിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് ആദ്യത്തെ തന്നെ കറണ്ട് അഫേഴ്സ് ആയിട്ട് ഇട്ടിട്ടുള്ളത്? കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹം മരിച്ചിട്ടുള്ളത് കേരളത്തിൽ വെച്ചാണ്. കേരളത്തിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പ്രാധാന്യം വന്നിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ദിവസം, അതായത് 2025 ഒക്ടോബർ 15-ാം തീയതി 80-ാമത്തെ വയസ്സിൽ മുൻ കെനിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള റെയ്ല ഒഡിംഗ അദ്ദേഹം അന്തരിച്ചു. കേരളത്തിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. കാർഡിയക് അറസ്റ്റ് മൂലമാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. കൂത്താട്ടുകുളത്തെ ശ്രീധരിയം ആയുർവേദിക് ഐ ഹോസ്പിറ്റൽ കം റിസർച്ച് സെന്ററിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. 2008 മുതൽ 2013 വരെ കെനിയയിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു റെയ്ല ഒഡിംഗ. കൂടാതെ അദ്ദേഹം ആസിമിയോ ലാവ് ഉമോജ എന്ന പാർട്ടിയുടെ ലീഡർ കൂടിയായിരുന്നു. കെനിയയിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു 2008 മുതൽ 2013 വരെ ആയിരുന്നു റെയ്ല ഒഡിംഗ. ഇന്നലെ കേരളത്തിൽ കൂത്താട്ടുകുളത്ത് വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് സയൻസ് 659.47 crore ഡീൽ ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് അഡ്വാൻസ് നൈറ്റ് സൈറ്റ്. അഡ്വാൻസ് നൈറ്റ് സൈറ്റ് വാങ്ങുന്നതിനായി 650.47 കോടിയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചു. രാത്രിയിലും കൃത്യമായിട്ട് ടാർഗറ്റിനെ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള അഡ്വാൻസ് നൈറ്റ് സൈറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 659.47 കോടി രൂപയുടെ ഒരു ഡീൽ ആണ് നടക്കുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരാർ ആണ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. 659.47 കോടി രൂപയുടെ നൈറ്റ് സൈറ്റ് ആണ്. അതായത് കൃത്യമായിട്ട് ഇമേജിനെ അസോൾട്ട് റൈഫിളിൽ ഘടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്യാമറാസ് അതാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. 7.62 into 51 mm അസോൾട്ട് റൈഫിളിന് വേണ്ടിയാണ് 650.47 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. MKU ലിമിറ്റഡും മെഡ്ബി ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ഈ രണ്ട് കമ്പനിയുമായിട്ടാണ് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അതായത് 51% ഓഫ് ഇതിന്റെ പ്രോഡക്റ്റ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ വെച്ചാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. 7.62 into mm അസോൾട്ട് റൈഫിളിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 500 മീറ്റർ വരെ ഇതിന് കൃത്യമായിട്ട് ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കും. ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരം വരെയും പോകുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റിനെ ഫയർ ചെയ്യാൻ സാധിക്കുന്ന, അത് വളരെ പവർഫുൾ ആയിട്ട് ഫയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഗൺസ് ആണ് 7.62 into 51 mm അസോൾട്ട് റൈഫിൾ. ഇതേ കാറ്റഗറിയിലെ മറ്റൊരു റൈഫിൾ ആണ് US കമ്പനിയുടെ SIG 716 അസോൾട്ട് റൈഫിൾ. ഇതിന്റെ മാനുഫാക്ചേഴ്സ് ആണ് US കമ്പനി ആയിട്ടുള്ള സിക്സോർ. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ 7.62 into 51 mm അസോൾട്ട് റൈഫിളും ഒപ്പം തന്നെ SIG 716 അസോൾട്ട് റൈഫിളും ഉണ്ട്. ഇതിലും ആ നൈറ്റ് സൈറ്റ് എന്ന ആ ഒരു പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദ ഇന്ത്യൻ നേവി ഈസ് ഹോസ്റ്റിംഗ് ദി ബൈലാറ്ററൽ മാരിടൈം എക്സസൈസ് സമുദ്രശക്തി 2025. ഇന്ത്യൻ നേവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സമുദ്രാഭ്യാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്തോനേഷ്യ ആയിട്ടുള്ള ഒരു നേവൽ എക്സസൈസ് ആണ് സമുദ്രശക്തി. ഇന്ത്യൻ നേവിയും ഇന്തോനേഷ്യൻ നേവിയും തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് സമുദ്രശക്തി. ഇത് ഒക്ടോബർ 14 മുതൽ ഒക്ടോബർ 17 വരെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഇത് നടക്കുന്നത് വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണത്ത് ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ അണ്ടറിലാണ് സമുദ്രശക്തി എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമുദ്രശക്തി എന്ന മാരിടൈം എക്സസൈസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് INS കവറാത്തി. ഇതൊരു ആന്റി സബ്മറൈൻ വാർഫെയർ കപ്പലാണ്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ കപ്പലാണ് ജോൺ ലീ. ഹെലികോപ്റ്റേഴ്സ് ലാൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കപ്പലാണ് ജോൺ ലീ ഇന്തോനേഷ്യയുടെ. അപ്പോൾ ഇന്തോനേഷ്യയുടെയും ഇന്ത്യയുടെയും തമ്മിലുള്ള ഒരു നേവൽ എക്സസൈസ് ആണ് സമുദ്രശക്തി. 5ാമത്തെ
വർഷമാണ് ഇപ്പോൾ സമുദ്രശക്തി എന്ന് പറയുന്ന എക്സസൈസ് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രാവശ്യം ഇത് വിശാഖപട്ടണത്താണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ഇൻ 2023-24. 2023-24 സ്ത്രീ തൊഴിൽ സേന പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചു. 2023-24 സ്ത്രീ തൊഴിൽ സേനയുടെ പങ്കാളിത്തം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കണക്കനുസരിച്ച് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 2023-24 41.7%. 2023-24 ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് LFPR ഇത് 41.7% ആണ്. 2017-18 ഇത് 23.3%. ഏതാണ്ട് ഇരട്ടി ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ. സ്ത്രീകളുടെ തൊഴിലിലേക്കുള്ള അവരുടെ പങ്കാളിത്തത്തിന്റെ ആ ഒരു ശതമാനമാണ് ഇപ്പോൾ 41.7% എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ 50% അടുത്തെത്തിയിരിക്കുകയാണ് ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ. കൂടാതെ തന്നെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ 15 വയസ്സ് മുകളിൽ ഉള്ള സ്ത്രീകളുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ 2017-18 22%. ഇത് 2023-24 ആയപ്പോഴേക്കും 40.3% വർദ്ധിച്ചു. വർക്കേഴ്സ് പോപ്പുലേഷൻ റേറ്റ് WPR ആണ് 2017-18 22%. 2023-24 ആയപ്പോഴേക്കും ഇത് 40.3% വർദ്ധിച്ചു. ഇതിപ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്. ഇതനുസരിച്ചുള്ള മറ്റൊരു റിപ്പോർട്ട് ആണ് മിഷൻ ശക്തിയെക്കുറിച്ചും. മിഷൻ ശക്തി എന്ന ഒരു പ്രൊജക്ട് 2024 ഏപ്രിൽ 1 മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ലോഞ്ച് ചെയ്തിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഇന്ന് നിരവധി പ്രോജക്ട്സ് ആണ്, നിരവധി സ്കീംസ് ആണുള്ളത്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് 2024 ഏപ്രിൽ 1 ലോഞ്ച് ചെയ്തിട്ടുള്ള മിഷൻ ശക്തി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. മിഷന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ സ്ത്രീ സുരക്ഷ, ശാക്തീകരണം എന്നിവയ്ക്കായുള്ള ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി. സോ ഇന്റർവെൻഷൻ, വുമൻ സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് എംപവർമെന്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 ഏരിയ. ഒന്ന് സേഫ്റ്റി വരുന്നുണ്ട്, ഒന്ന് സെക്യൂരിറ്റി വരുന്നുണ്ട്, മറ്റൊന്ന് എംപവർമെന്റ്. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് 2024 ഏപ്രിൽ 1 ലോഞ്ച് ചെയ്തിട്ടുള്ള മിഷൻ ശക്തി എന്ന് പറയുന്ന ആ ഒരു മിഷൻ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, വെറ്ററൻ സിംഗർ റാവു ബാലസരസ്വതി ദേവി പാസസ് അവേ അറ്റ് 97. പ്രമുഖ ഗായിക റാവു ബാലു സരസ്വതി ദേവി 97 വയസ്സിൽ അന്തരിച്ചു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു പിന്നണി ഗായികയായിരുന്നു റാവു ബാലസരസ്വതി. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബർ 15 വെറ്ററൻ ആക്ട്രസും അതുപോലെ തന്നെ സിംഗർ ആയിട്ടുള്ള റാവു ബാലസരസ്വതി ദേവി അന്തരിച്ചത് ഈ കഴിഞ്ഞ ഒക്ടോബർ 15 97 വയസ്സായിരുന്നു. തെലുഗുവിൽ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു സിംഗർ ആയിരുന്നു, ഒപ്പം തന്നെ ആക്ട്രസ് ആയിരുന്നു റാവു ബാലസരസ്വതി ദേവി. തെലങ്കാന സ്വദേശിയാണ്. കൂടാതെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ആദ്യത്തെ ലൈറ്റ് മ്യൂസിക് സിംഗർ കൂടിയായിരുന്നു റാവു ബാലസരസ്വതി ദേവി. ഓൾ ഇന്ത്യ റേഡിയോയിൽ ആദ്യത്തെ ലൈറ്റ് മ്യൂസിക് സിംഗർ എന്ന് പറയുമ്പോൾ അത് ബാലു സരസ്വതി ദേവിയാണ്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ്, അഹമ്മദാബാദ് ഈസ് ഓൾ സെറ്റ് ടു ഹോസ്റ്റ് ദി 2030 കോമൺവെൽത്ത് ഗെയിംസ്. 2023 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥ്യം വഹിക്കാൻ അഹമ്മദാബാദ് ഒരുങ്ങി. ഇതും ലേറ്റസ്റ്റ് ആയ വാർത്തയാണ്. എന്ന് പറയുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് ആണ് 2030 ഇന്ത്യ അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നതും ഇന്ത്യക്ക് ഇപ്പോൾ അതിന്റെ അവസരം ലഭിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒക്ടോബർ 15 എക്സിക്യൂട്ടീവ് ബോർഡ് കോമൺവെൽത്ത് സ്പോർട്സിന്റെ റെക്കമെൻഡ് ചെയ്തു അഹമ്മദാബാദ് 2030 കോമൺവെൽത്ത് ഗെയിംസ് ആദ്യം വഹിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു നിർദ്ദേശം അവർ അംഗീകരിച്ചു. ഇന്നിപ്പോൾ 56 രാജ്യങ്ങൾ ഉണ്ട് കോമൺവെൽത്ത് കൺട്രീസ് ആയിട്ട് പറയുമ്പോൾ. 56 രാജ്യങ്ങൾ. ഇതിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ബ്രിട്ടീഷുകാർ ഭരിച്ച രാജ്യങ്ങളാണ്. ചില രാജ്യങ്ങൾ മാത്രമേ വോളണ്ടിയേഴ്സ് ആയിട്ട് കോമൺവെൽത്ത് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം പറയുമ്പോഴും ഇന്ന് കോമൺവെൽത്ത് കൺട്രീസിലെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന രാജ്യങ്ങളാണ്. ഇന്നിപ്പോൾ 56 രാജ്യങ്ങൾ ആണ് കോമൺവെൽത്ത് കൺട്രീസിലുള്ളത്. ഈ രാജ്യങ്ങളുടെ ഒരു സ്പോർട്സ് ആണ് കോമൺവെൽത്ത് സ്പോർട്സ്. ഇതേപോലെ തന്നെ നൈജീരിയ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രപ്പോസൽ നൽകിയിരുന്നു. നൈജീരിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള അബൂജയിൽ നടക്കുന്നതിന് വേണ്ടിയാണ് നൈജീരിയ, ആഫ്രിക്കൻ കൺട്രി ആയിട്ടുള്ള നൈജീരിയ ശ്രമിച്ചത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇപ്പോൾ അഹമ്മദാബാദിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള
ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് കറണ്ട് അഫയേഴ്സിൽ വന്നിരുന്നു. അഹമ്മദാബാദിലെ നരൺപുര എന്ന സ്ഥലത്ത് വീർ സവാർക്കർ സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഇന്നിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഇന്റർനാഷണൽ ലെവലുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഈ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഇന്ന് നിർമ്മിച്ചിട്ടുള്ളത് അഹമ്മദാബാദിലെ നരൺപുര എന്ന സ്ഥലത്ത്. ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അത് എല്ലാ ആഴ്ചയിലും ടെലഗ്രാം ചാനൽ നൽകുന്നുണ്ട്. അതുകൂടി വായിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടി അത് റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒന്നുകൂടി നമ്മൾ പെർഫെക്റ്റ് ആവുകയുള്ളൂ. നമുക്ക് അടുത്ത ദിവസം വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.